കലോത്സവ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാരക്കാരുടെ ഉത്സവം, അതെ, സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടുന്ന ജില്ലയ്ക്കായി ലഭിക്കുന്ന സ്വർണ്ണ കപ്പിനായുള്ള മത്സരം 1986 മുതലാണ് ഈ സ്വർണ്ണ കപ്പ് നൽകാൻ തുടങ്ങിയത്. മഹാകവി വൈലോപ്പിള്ളിയുടെ നിർദ്ദേശപ്രകാരം ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരാണ് 117.5 പവനുള്ള സ്വർണ്ണ കപ്പ് പണിതീർത്തത്. എന്നാൽ നമ്മുടെ തൃശൂർ ജില്ലയ്ക്കും ഇതുപോലെ സ്വന്തമായൊരു സ്വർണ്ണ കപ്പുണ്ട്. 117.5 ഗ്രാം ഭാരം വരുന്ന ഒരു പൊന്നിൻ കപ്പ്. സംസ്ഥാന കലോത്സവങ്ങളിൽ തൃശൂർ ജില്ലയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പൊന്നിൻ കപ്പ്. 2014 മാളയിൽ നടന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് ആദ്യമായി ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടുന്ന ഉപജില്ലയ്ക്ക് സ്വർണ്ണ കപ്പ് നൽകാൻ ആരംഭിച്ചത്. 117.5 പവൻ തൂക്കം വരുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ സ്വർണ്ണ കപ്പിന്റെ അതേ മാതൃകയിൽ 117.5 ഗ്രാമിൽ തീർത്ത് വളയിട്ട കയ്യിൽ വലംപിരി ശംഖോടുകൂടിയ രൂപമാണ് തൃശൂർ ജില്ലാ കലോത്സവത്തിന്റെ കപ്പിന്. 14.68 പവൻ തൂക്കമുള്ള സ്വർണ്ണ കപ്പിന് ഇന്ന് 8 ലക്ഷത്തിലേറെ രൂപ വില വരും. രാമു കാര്യാട്ടിന്റെ പേരക്കുട്ടിയായ സുനിൽ കാര്യാട്ടാണ് സ്വർണ്ണ കപ്പിന് രൂപകൽപ്പന ചെയ്തത്. ജില്ലാ ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ കപ്പ് കുന്നംകുളത്തെത്തിച്ചു. ഇനി സമാപന ദിവസമായ 7-ാം തീയതി വിജയികളാകുന്ന ഉപജില്ലയ്ക്ക് വേദിയിൽ വെച്ച് ഒറിജിനൽ കപ്പ് സമ്മാനിക്കും. പിന്നീട് ഉപജില്ലയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഇതിന്റെ മാതൃകയിലുള്ള ഒരു കപ്പ് കൈമാറും. സ്വർണ്ണ കപ്പ് പോലീസ് സംരക്ഷണത്തോടെ ജില്ലാ ട്രഷറിയിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്യും. സ്വർണ്ണക്കപ്പ് ആനയിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ പ്രിയപ്പെട്ട അജിത മേഡത്തിന്റെ നേതൃത്വത്തിൽ ജനറൽ കൺവീനർ ഇത് കുന്നംകുളത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കുന്നംകുളം മുഴുവനും ഇതിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഇത് നമുക്ക് ഈ 4 ദിവസത്തെ കലാമാമാങ്കത്തിന്റെ അവസാനം സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛനത് ആഗ്രഹിക്കുന്നുണ്ടോ? കുന്നംകുളം ഉപജില്ലയ്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിശ്ചയമായും എന്റെ കുട്ടികൾ കുന്നംകുളം ഉപജില്ലയെ പ്രതിനിധീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്റെ ആഗ്രഹം ഈ കപ്പ് കുന്നംകുളം ഉപജില്ലയ്ക്ക് കിട്ടണമെന്ന് തന്നെയാണ്. കഴിഞ്ഞ അവിടെ ഇപ്പോൾ പേരാമംഗലം സ്കൂളിൽ സ്വീകരിച്ചു. അവർ പറഞ്ഞു വെസ്റ്റ് ഉപജില്ലയ്ക്ക് വേണമെന്ന്. അപ്പൊ ഈ 4 ദിവസത്തിനുള്ള നമുക്ക് തീരുമാനിക്കാം ആരെടുക്കും കപ്പ്. ഓക്കെ, ഇവിടേക്ക് ഈ സ്വീകരണം തന്നതിന് ഈ മാനേജർക്കും അതുപോലെ എക്സഫിനും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും നന്ദി അർപ്പിക്കുന്നു. ഈ കപ്പിന്റെ ചരിത്രം അറിയാമോ? 2014 ബഹുമാനായ MLA കൊടുങ്ങല്ലൂർ MLA ആയിരുന്ന ശ്രീ TN പ്രതാപൻ അവരുടെ നേതൃത്വത്തിൽ അവരൊരു ട്രസ്റ്റി രൂപീകരിച്ച് അവര് പിന്നെ സമർപ്പിച്ചതാണ് ഈ കപ്പ് ജില്ലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കാണോ ഈ ജില്ലാ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടുന്നതെങ്കിൽ അവർക്ക് ഈ കപ്പ് കൊണ്ടുപോകാം. പിന്നെ ഇത് അവർ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ ട്രഷറിയിൽ നിന്നാണ്. ട്രഷറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സർക്കാർ നമുക്കിങ്ങോട്ട് തരുന്നതിനെ സിംബലൈസ് ചെയ്ത് നമ്മുടെ ബഹുമാനായ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ അവർകളാണ് നമുക്കിത് തരുന്നത്. അത് നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രസൻസിൽ ശ്രീ TN പ്രതാപൻ അവർകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും 117.5 പവനാണ് നമുക്ക് സംസ്ഥാനത്തുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് സ്വന്തമാണ് ഈ കപ്പ്. അതിൻ്റെ സിംബലൈസ് ചെയ്ത് 117.5 ഗ്രാമിലാണ് ഈ സ്വർണ്ണ കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കേരളത്തിൽ ഒരേ ഒരു ജില്ലയ്ക്കാണ് സ്വന്തമായിട്ട് സ്വർണ്ണ കപ്പുള്ളത്. നമുക്ക് സന്തോഷിക്കാമല്ലോ, അല്ലേ? സന്തോഷിക്കാം. ഓക്കെ, സംസ്ഥാനത്ത് നമുക്ക് സ്വർണ്ണ കപ്പുള്ളത് 117.5 പവന്റെയാണ്. അപ്പൊ അതിന് പ്രതീകമായിട്ട് ഇത് 117.5 ഗ്രാമിലാണ് ഈ സ്വർണ്ണക്കപ്പ് തീർത്തിരിക്കുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് ഇപ്പോഴും അവർ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ട്രസ്റ്റ് ആ ട്രസ്റ്റിനെ ഇപ്പൊ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. പദ്ധതി സ്നേഹപൂർവ്വം പദ്ധതി തന്നെയാണത്. ഫോൺ ഗാലറി കലോത്സവ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.